നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദൈവം അനുഗ്രഹിച്ച ഭരതാനം, നല്ല ഒരു സൗണ്ടിന്റെ ഉടമ. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും പാർട്ടി വേദികളിലും ഫംഗ്ഷനുകളിലും ഒരു വേദിയിൽ നിന്നും ഒരു വേദിയിലേക്ക് വളരെ തിരക്കോടെ മുന്നേറുന്ന ഒരു വൈറൽ ഗായകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ശ്രീ പൊൻകുന്നം ഷാജി രാജ്. നമസ്കാരം ഷാജി രാജ്. ഒരുപാട് വേദികളിൽ താങ്കളുടെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. സംഗീതം പഠിച്ചതാണോ? സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. സ്കൂളിൽ പോയി പഠിച്ചു? സ്കൂളിൽ പോയി പഠിച്ചതല്ല, നമ്മുടെ എൻ്റെ ഗുരുനാഥൻ KPS രവി സാറാണ്. രവി സാറിന്റെ ആദ്യത്തെ ശിഷ്യനാണ് ഞാൻ. എത്ര കാലമായി സംഗീതം പാടാൻ തുടങ്ങി? സംഗീതം പാടാൻ തുടങ്ങിയത് ഞാൻ സ്കൂൾ ലെവലിൽ തന്നെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വേദിയിൽ ഞാൻ പാടുന്നത്. സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പ്രൈസുകൾ വാങ്ങിക്കുകയും അവിടുത്തെ അധ്യാപകർ എനിക്ക് വേണ്ട എന്നുള്ള പ്രചോദനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ കരോക്കയിൽ എന്തിനാ ഒതുങ്ങി നിൽക്കുന്നത്? നല്ലൊരു പ്രൊഫഷണൽ ടീം ചെയ്തുകൂടെ? പ്രൊഫഷണൽ ടീം ഇടയ്ക്കിടയ്ക്ക് പ്രൊഫഷണൽ ടീമിൻ്റെ കൂടെ ഞാൻ പാടാറുണ്ട്. ഞാൻ തന്നെ ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തിട്ട് ഗാനമേളകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും തിരഞ്ഞെടുത്തൊരു ഫീൽഡെന്ന് വെച്ചാൽ വൺ മാൻ ഷോ ആണ്. കാരണം ഒറ്റയ്ക്ക് വയലാർ ഗാനോത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഞാനൊരു പ്രത്യേക ഇത് കണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് കൂടുതൽ പഴയ ഗാനങ്ങൾ പാടാനായിട്ടുള്ളൊരു അവസരങ്ങൾ വരും. നമുക്കൊരു ഗാനമേളയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മലയാളം പാട്ട് പാടുന്നതെന്ന് പറഞ്ഞാൽ 1-2 പാട്ട് കൊണ്ട് മലയാളം ഗായകർ ഒതുങ്ങുക. പിന്നെ കുറേ അടിച്ചുപൊളിയൊക്കെ പാടി പിന്നെ ഈ പാട്ട് ആസ്വദിക്കാൻ വരുന്നവർക്ക് അവർക്ക് സംഗീതം ആസ്വദിക്കാനുള്ളൊരു അവസരം ഗാനമേള വേദികളിലില്ല. അവിടെ കുറേ തുള്ളലും ചാട്ടലും അങ്ങനെയുള്ളൊരു അടിച്ചുപൊളി ഭാഗത്തേക്ക് മാറുകയാണ്. അപ്പം നമുക്ക് പഴയ വയലാറിൻ്റെയും OMBയുടെയും ശ്രീകുമാരനമ്പിയുടെയും ഒക്കെ ഗാനങ്ങൾ നല്ല രീതിയിൽ കേൾക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർ പാടുമ്പോഴാണ് ഞാൻ കേട്ട് നിൽക്കാറുണ്ട്. കാരണം ഈ ഒരു ഗാനമേളയിൽ ചെന്ന് വേറൊരു ഗാനമേള നടക്കുമ്പം അവിടെ ഒരു പഴയ പാട്ട് പാടിയാൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വളരെയേറെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ഒരു വേദിയിൽ ഒരുപാട് ആൾക്കാർ വരും. അതിലൊരു കുറഞ്ഞതൊരു 60% ആൾക്കാരും നല്ല ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവർ നല്ല പാട്ടുകളില്ല എന്നറിയുമ്പോൾ അവർ പതുക്കെ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗാനമേളയോട് വലിയ താല്പര്യം കാണിക്കാത്തത്. എന്നാൽ ചെയ്യുന്നുണ്ട്. വൺമാഷയാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ജനങ്ങളിൽ നമുക്ക് കുറച്ച് പിന്തുണ കിട്ടുന്നത് അതിലാണ്. കാരണം അതന്നെ നമുക്ക് കുറച്ച് നല്ല ഗാനങ്ങൾ പാടാൻ പറ്റും. അതാണ് കൂടുതലും പാർട്ടിയുടെ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയുടെ പരിപാടിക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വയലാറിന്റെ ഗാനങ്ങളൊക്കെ പാടാൻ അവസരം കിട്ടുന്നത്. മറ്റൊരു ഗാനമേള ഒരു പരിപാടിക്ക് പോയി അങ്ങനെ അവസരങ്ങൾ കിട്ടാറില്ല, പാടിക്കാറില്ല എന്നുള്ളതാണ്. താങ്കളെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് പാർട്ടി വേദികളില്ല. പാർട്ടി വേദികൾ മറ്റു ഉത്സവത്തിലും ഫംഗ്ഷനിലൊക്കെ പാടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പാർട്ടി വേദികളിൽ നിന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. എന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് താല്പര്യമാണോ? പ്രസ്ഥാനത്തോട് താല്പര്യമുണ്ട്. ചെറുപ്പം മുതലേ താല്പര്യമുണ്ട്. ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് രക്തമാണ് ശരീരത്തോടുന്നത്. പിന്നെ അത് നമുക്ക് ഒരിക്കലും നമ്മൾ മരണം വരെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. മെമ്പർഷിപ്പിലുണ്ട്. ബ്രാഞ്ചിൽ ഞാൻ CPIയുടെ മെമ്പറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ തന്നിട്ടുള്ളതും ഇപ്പം കേരളത്തിൽ ഞാൻ അറിയപ്പെടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ പാർട്ടി മുഖേനയാണ്. അവരാണ് എന്നെ ഇത്രയും വളർത്തിക്കുന്നത്. ഞാൻ ആകാശവാണിയിൽ കുറേ കാലം ലളിതഗാനങ്ങളൊക്കെ പാടി പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ ഞാൻ അവിചാരിതമായിട്ട് ഞാൻ കയറി പാടുന്നത്. അന്ന് ആ പാടാൻ തുടങ്ങി 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പാടിയെന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടി നമ്മളെ ഏറ്റെടുത്തു. അതായത് നമ്മുടെ പ്രദീപേട്ടന്, അതുപോലെ തന്നെ റജി സക്കറിയ, ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥി പുതുപ്പള്ളി സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ. അദ്ദേഹം ഈ KM രാധാകൃഷ്ണൻ എനിക്ക് ഒരുപാട് വേദികൾ അതിനുശേഷം എനിക്ക് പാടാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് വീണ്ടും രണ്ടാമതൊരു ഫീൽഡിലേക്ക് ഞാൻ വരുന്നത്. ഇല്ലെങ്കിൽ ഞാനങ്ങ് ഒതുങ്ങിപ്പോത്തേ ഉള്ളായിരുന്നു.
എന്നാൽ ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിലെ പള്ളികളിലെല്ലാം ചെയ്യുന്നുണ്ട്. റിസപ്ഷൻ പരിപാടികൾ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഭക്തിഗാനമേള എന്ന് പറഞ്ഞൊരു പരിപാടി, ഭക്തിഗാനോത്സവം ഭക്തിഗാനോത്സവം എന്ന് പറഞ്ഞ പരിപാടി ചെയ്യാറുണ്ട്. ഇവിടെ പുണ്യം പുതിയ കാവിലൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ SNDP അടുത്ത ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ മിക്കയിടത്തും അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത്രയും തിരക്കുണ്ടായിട്ട് നല്ല തിരക്കുള്ളൊരു ഒരു പ്രൊഫഷണൽ ഗായകൻ തന്നെയാണ് ഷാജിരാജ്. ഒരു കുടുംബനാഥനും കൂടിയാണ്. ഒറ്റത്തടി കണ്ടില്ല. അല്ലല്ല, ഈ തിരക്കിന്റെ സംഗീതവും കുടുംബജീവിതവും എങ്ങനെ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അതെന്ന് വെച്ചാൽ നമ്മള് ജീവിതം എന്ന് പറയുന്നത് പ്രാരാബ്ധമാണല്ലോ. അപ്പം വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു അഡ്വർടൈസിങ്ങിന്റെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, ബോർഡിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ചങ്ങനാശ്ശേരി താജ്, പുള്ളി ഒരു സിംഗറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇപ്പം വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഒന്ന് രണ്ട് കമ്പനി വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം സീസണൊക്കെ അല്ലേ, സീസൺ ആകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് വരും. ഇനിയിപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങും. എന്നാൽ തന്നെ ഇടയ്ക്ക് മുട്ടൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാം കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. രണ്ടുപേരും സ്വന്തം വീടാണോ? സ്വന്തം വീടല്ല, ഞാനിവിടെ വാടകയ്ക്കാണ്. സ്വന്തം വീട് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വീട് സ്വന്തമായിട്ടില്ല. കലാകാരന്മാരെല്ലാം ഒരു അവസ്ഥ ഇതാണ്, സ്വന്തമായിട്ട് വീടില്ല. എല്ലാ കലാകാരന്മാരും ഒരുപാട് പേരെ നോക്കിയിട്ട് ഒരുപാട് കലാകാരന്മാർക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടുമില്ല എന്നുള്ളതാണ് ഒരു മുഖ്യമായ പ്രശ്നം. പക്ഷെ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവര് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടല്ല, അങ്ങനെയുള്ള ദുരഭിമാനമൊന്നും എനിക്കില്ല. ദുരഭിമാനം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വർക്കിന് വന്ന് ഞാൻ പോകത്തില്ല. ഞാനിപ്പോ ഇത് കഴിഞ്ഞാൽ 2 പാട്ട് പാടി ഇന്ന് ഗാനമേള ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെഡിങ് സെറ്റ് കൊടുത്ത് ചിലപ്പം ബോർഡ് വെക്കാനായിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ പാടിയ ആളല്ലേ അത് എന്ന് എത്രയോ പേരെന്നോട് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഫ്ലവേഴ്സിലെ ഓഡീഷനൊക്കെ ഒന്ന് പോകാൻ പറ്റും. ഈയിടെ ആലപ്പുഴയിലുണ്ടായിരുന്നല്ലോ. ഞാൻ ഫ്ലവേഴ്സിൽ നേരത്തെ ഓഡീഷനൊക്കെ ചെല്ലാൻ ഞാൻ 18 മറ്റേ കോവിഡ് വന്ന സമയത്ത് ഫ്ലവേഴ്സിൽ ഓഡീഷന് പോയ. ഓഡീഷനിലല്ല, അന്ന് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഞാൻ പോയായിരുന്നു. ഓഡീഷന് പോയി ഫ്ലവേഴ്സിലൊക്കെ ഒന്ന് കയറിയാലോ? കുഴപ്പമില്ലല്ലേ? കയറിയാലോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമസ്കാരം SK. എപ്പോഴേലും എന്റെ ഈ ചാനൽ SK ഒന്ന് കാണുവാണെങ്കിൽ നമ്മുടെ ഷാജിരാജിനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തണമെന്ന് അപേക്ഷിക്കുക SK. ഹാഷിമില്ല മറ്റേ ഫ്ലവേഴ്സിലെ ഹാഷിം ഇബ്രാഹിം പുള്ളി, ഞാൻ മണർകാട് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഞാൻ പാടുന്ന കംപ്ലീറ്റ് അവിടെ നിന്ന് കേട്ടിട്ട് പുള്ളി ആ ഇടയ്ക്ക് എന്നെ ഫ്ലവേഴ്സിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചതാണ്. ഒന്ന് 2 പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ പുള്ളിക്കും കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ 1-2 പ്രാവശ്യം പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നെ കിട്ടാതെ വന്നു. അങ്ങനെയൊക്കെയാണ്. അല്ല പിന്നെ അന്ന് ഫ്ലവേഴ്സിൽ അങ്ങ് ബന്ധപ്പെട്ട് പോയാനെ ഒരവസരം എനിക്ക് കിട്ടിയാനെ. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ, ആ ഏരിയ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൽ പാടി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഒരു 2 വർഷം അടുപ്പിച്ച് എനിക്ക് പരിപാടി കിട്ടും. അപ്പൊ അവർ വിളിക്കും. അങ്ങനെയാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. എവിടെ ചെന്നാലും പാടിയാലും പിറ്റേ വർഷം അവിടെ തന്നെ പരിപാടി കിട്ടുന്ന ഒരു സ്റ്റേജിലേക്കാണ് നമുക്ക്. അത് അങ്ങോട്ട് പറയുകയൊന്നും വേണ്ട, അവർ വിളിക്കും അടുത്ത വർഷം. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഒരു തോട്ടക്കട്ടമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവരടുത്ത ശിവരാത്രി വരെ എനിക്ക് പരിപാടി ബുക്ക് ചെയ്തേക്കാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര മണിക്കൂറുകൾ, 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒരേ ചായവിൽ നിന്ന് പാടുക. അതും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരേ ചായവിൽ നിന്ന് പാടുക. ഒരു ടൈപ്പ് പാട്ടല്ലല്ലോ, പല ടൈപ്പ് പാട്ടുകൾ. ഫാസ്റ്റ് പാടുന്നുണ്ട്, മെലഡി പാടുന്നുണ്ട്, പിന്നെ അതിനകത്ത് ആർദ്രമായ പാട്ടുകൾ പാടുന്നുണ്ട്, എല്ലാം പാടുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാ ഇങ്ങനെ എത്ര മണിക്കൂറുകൾ നിന്ന് പാടുന്നത് എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എൻ്റെ ഗുരുനാഥൻ KPC രവി സാറിന് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുള്ളിയുടെ അടുത്ത് പഠിക്കാൻ ചെല്ലുമ്പോൾ രാവിലെ പുള്ളിയുടെ വീട്ടിൽ ചെല്ലും. ഒരു 8:30 9 മണിയാവും ചെല്ലും. ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അവിടെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റ ഇരിപ്പിരുന്നാൽ വൈകുന്നേരം വരെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് അങ്ങ് പാടുക. അത് ഇന്ന പാട്ടല്ല, ക്ലാസിക്കൽ പഠിക്കുന്ന കൂട്ടത്തിൽ ലളിതഗാനങ്ങളും സിനിമാ ഗാനങ്ങളും എല്ലാം അങ്ങ് പാടിപ്പിക്കുക. അങ്ങനെ പാടിയാണ് ഇതൊരു വിഷയമില്ലാതെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയലക്കാർ പറയണം നിർത്തണമെങ്കിൽ. പാട്ടുകളെല്ലാം പെട്ടെന്ന് പഠിക്കുകയും പാടുകയും ചെയ്യുമായിരുന്നു. അതിനോട് പിന്നെ ഏത് പാട്ടെടുത്താലും ആ പാട്ടിനെ പറ്റി അഗാധമായിട്ട് അതിൻ്റെ ഒരു
സംഗതികളെല്ലാം നോക്കിയൊക്കെ ഞാൻ പാടത്തുള്ളൂ. ശരിക്കും അതിനെ പഠിക്കും, ശരിക്കും അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ വേവ്സ് എങ്ങനെയാണ് പോകുന്നത്, ഇതെല്ലാം പഠിച്ചതിന് ശേഷം അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പാടത്തുള്ളൂ. അല്ല ഈ മനസ്സിലാക്കാത്ത ഒരു പാട്ട് ഞാൻ പാടത്തില്ല. ഇനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വീണ്ടും പൊടി തട്ടിയെടുത്തതും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയിപ്പം നിർത്തേണ്ട കാര്യമില്ലല്ലോ, കാരണം പ്രായമായി. ഇനിയിപ്പം വേറെ എന്ത് പരിപാടിക്ക് പോകാനാ? ഇനിയിപ്പോ നമുക്ക് വലിയൊരു കഠിനാധ്വാനമായിട്ടുള്ള ഒരു പണികളൊന്നും ചെയ്യാനുള്ളൊരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് കഴിഞ്ഞ വിഷുവിന്റെ കാലവസ്ഥയാണ് എനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നു. പാടിക്കൊണ്ടിരുന്നപ്പം വായ്പൂര് പാർട്ടിയുടെ പരിപാടിക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറ്റാക്ക് ഉണ്ടായി താഴെ വീഴുന്നതും സ്റ്റേജിൽ തന്നെ വീഴുന്നതും അവരുടനെ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ അന്നേരം എൻ്റെ വൈഫൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അവര് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് വന്നത്. അവര് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് പിള്ളേരും എല്ലാം കൂടെ നേരെ കാഞ്ഞിരപ്പള്ളി പെട്ടെന്ന് കൊണ്ടുവരികയും അവിടെ വന്ന് ആന്റിപ്ലാസ്റ്റി ചെയ്യുകയും ചെയ്തു. 2 ബ്ലോക്കും ഉണ്ടായിരുന്നു. ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയായിരുന്നു. ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. പകലും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് മാത്രമല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ആ ഒരു ടയർഡും എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ വീണുപോയി. നമ്മുടെ ക്യാമറാമാൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ക്യാമറാമാന് സാറിനോട് എന്തോ സംസാരിക്കണമെന്നുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 വരി പാടുമോ? തീർച്ചയായിട്ടും പാടാം. കാരണം ഞാൻ തുടരെയുള്ള പരിപാടികൾ കൊണ്ട് ശബ്ദത്തിൻ്റെ ശകലം കുഴപ്പമുണ്ട്. എങ്കിൽ തന്നെ ഒരു 4 വരി ഞാൻ പാടാം. പ്രേക്ഷകരാണല്ലോ മൊത്തം നമ്മളെ. മാനത്തെ കായലിൽ മണൽപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു, താമരക്കളിത്തോണി. മാനത്തെ കായലിൽ മണൽപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു, താമരക്കളിത്തോണി. താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രേക്ഷകരോടാണല്ലോ ഇത്രയും കാലവും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ സംഗീതം, എൻ്റെ പാട്ടും എല്ലാം പ്രേക്ഷകരാണ് അംഗീകരിച്ചിട്ടുള്ളത്. അവരാണ് നമ്മുടെ ഒരു പ്രചോദനം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീര്യം എന്ന് പറയുന്നത്. എൻ്റെ പാട്ടുകൾ കേട്ട് എനിക്ക് കൈയടിക്കുന്ന പ്രേക്ഷകർക്കാണ്, അവർക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കാറുള്ളത്. എല്ലായിടത്തും പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് ചെല്ലുമ്പോഴെല്ലാം പാട്ടുകൾ പാടുമ്പോൾ അവരുടെ കയ്യടിയും അവരുടെ പ്രോത്സാഹനവും വീണ്ടും അടുത്ത വേദികൾ തരികയും ഒക്കെ ചെയ്യുകയും എല്ലാം ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും, അവരോട് എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. ചിലർ ഞാൻ പാടുന്നത് കേട്ടിട്ട് കൈയടിച്ച് മൂച്ചങ്ങ് വിടും. പക്ഷെങ്കിൽ അതിനകത്ത് ഉൾക്കൊണ്ട് ചില ആൾക്കാർ പറയും അതൊരു ശകലം പോരാഴിക ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ വിദ്വനായിരുന്നു എന്ന് പറയുമ്പം ആ പോരാഴിക എന്താണെന്ന് നമ്മൾ അന്നേരം മനസ്സിലാക്കും. അങ്ങനെ കിട്ടുന്ന ഒരു പ്രേക്ഷകരുടെ ഒരു സംവാദം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനെ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ കേട്ടെങ്കിൽ നമുക്കതിന് ഒരു തെറ്റ് തിരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനെല്ലാം 40 പാട്ട് പാടി 40 പാട്ട് ഞാൻ ഈസി ആയിട്ട് പാടും, അങ്ങനെ ഞാൻ അഹങ്കരിച്ചു അല്ലേ. അപ്പം പ്രേക്ഷകർക്കോട് പറയാനുള്ള എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇതേ ഉള്ളൂ, അവരുടെ പ്രോത്സാഹനം എന്നും എനിക്ക് ഉണ്ടാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും തിരക്കിനിടയിൽ ഒരു വേദിയിൽ നിന്ന് ഒരു വേദിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം, ഇത്രയും തിരക്കിനിടയിൽ വിലയേറെ സമയത്ത് നിന്ന് 10 മിനിറ്റ് നമ്മളോടൊപ്പം ചെലവഴിച്ച ശ്രീ ഷാജിന് വളരെ നന്ദി. നമസ്കാരം.